മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം തന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 18 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോനാഥൻ പുനരുദ്ധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സദുക്കായര് പലവിധത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ഈശോനാഥൻ അവരോട് പറയുന്ന ഒരു കാര്യം, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, എന്താ ഈ വചനത്തിന്റെ അർത്ഥം? തിന്മ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു മരണമുണ്ട്. അങ്ങനെ തിന്മ പ്രവർത്തിച്ച് മരിക്കുന്നവരുടെ ദൈവമല്ല നമ്മുടെ ദൈവം, വിശുദ്ധിയിൽ ജീവിക്കുന്നവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ആത്മാവിനും ശരീരത്തിനും നമ്മൾ തിന്മ പ്രവർത്തിക്കുമ്പോൾ ഒരു മരണം സംഭവിക്കുന്നുണ്ട്. മദ്യപിക്കുന്നവര് ആ മദ്യത്തിന്റെ കുപ്പിയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? ഇത് ആരോഗ്യത്തിന് ഹാനിയാണ്. ഏത് ലഹരി, മദ്യം, അതിലെല്ലാം ഹാനികരമായിട്ടുള്ള ഒന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയില് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനും ഹാനികരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഏത് തിന്മ പ്രവർത്തിച്ചാലും അതിലൂടെ ഹാനികരമായിട്ടുള്ള ഒരു കാര്യം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും മരണത്തിന് വരെ കാരണമാകുന്നുണ്ട്. അങ്ങനെ തിന്മയിൽ കഴിഞ്ഞ് ആത്മാവിന്റെയും ശരീരത്തിന്റെയും മരണം നേടുന്നവരുടെ ദൈവമല്ല നമ്മുടെ ദൈവം, വിശുദ്ധിയിൽ ജീവിക്കുന്നവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവം നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ അധ്വാനങ്ങളിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ ഉയർത്തണമെങ്കിൽ, ദൈവം നിന്നെ കാണണമെങ്കിൽ, ദൈവം നിന്റെ നിലവിളി കേൾക്കണമെങ്കിൽ നീ നന്മയില്, വിശുദ്ധിയില് ജീവിക്കണം. നന്മയില്ലാതെ, വിശുദ്ധിയില്ലാതെ തിന്മയിൽ ജീവിച്ച ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുക. ഈ ദിവസം കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാം. ഈ നോമ്പുകാലത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധിയായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. അതിലൂടെ ദൈവത്തെ പ്രാപിക്കുക, ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ഈ ദിവസത്തെ എല്ലാ അധ്വാനങ്ങളെയും ആഗ്രഹങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ ജീവിത വഴികളിലേക്ക്, ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.